നാളിതുവരെ രാജ്യത്തെ ഒരു പദ്ധതിക്കും ബാധകമല്ലാത്ത, ഒട്ടും നീതിയുക്തമല്ലാത്ത നിബന്ധനകളാണ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. VGF എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതൊരു ഗ്രാൻഡ് ആണ്, തിരിച്ചടയ്ക്കേണ്ട വായ്പയല്ല. കൊച്ചി മെട്രോയ്ക്ക് VGF അനുവദിച്ചപ്പോൾ അത് ഗ്രാൻഡായിരുന്നു. തൊട്ടടുത്ത തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ഔട്ടർ ഹാർബർ പദ്ധതിക്ക് 1411 കോടി രൂപ അനുവദിച്ചപ്പോഴും അത് തിരിച്ചടയ്ക്കേണ്ടതില്ല എന്നായിരുന്നു തീരുമാനം. എന്നാൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ കേന്ദ്രത്തിൻ്റെ നിയമം മാറുകയാണ്. വിഴിഞ്ഞത്തിനായി കേന്ദ്രം നൽകുന്ന 817 കോടി 80 ലക്ഷം രൂപ വായ്പയായി കണക്കാക്കി പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്നാണ് വിചിത്രമായ ഉപാധി. തുറമുഖത്തിന് ലാഭം കിട്ടി തുടങ്ങുമ്പോൾ മുതൽ നൽകേണ്ടി വരുന്ന ഈ തുക തിരിച്ചടവ് പൂർത്തിയാകുമ്പോൾ പലിശയും വരുമാന വിഹിതവും ചേർത്ത് ഏകദേശം 10,000 മുതൽ 12,000 കോടി രൂപയോളം കേരളം കേന്ദ്രത്തിന് നൽകേണ്ടായി വരികയാണ്. വേറെ 817 കോടി നൽകിയിട്ട് അതിൻ്റെ 10 ഇരട്ടിയിലധികം തിരിച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണോ വികസന സഹായമെന്ന് വിളിക്കുന്നത്. ഈ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ചിലവഴിക്കുന്നത് ചില്ലറ തുകയല്ല. ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിനും ഭൂമി ഏറ്റെടുക്കലിനും റെയിൽ കണക്ടിവിറ്റിക്കുമായി ഏകദേശം 4,775 കോടി 14 ലക്ഷം രൂപയാണ് കേരളം മുടക്കുന്നത്. ഇതൊന്നും തിരികെ പലിശ സഹിതം കിട്ടണമെന്ന് നിബന്ധനയില്ല. മറിച്ച് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഈ ബാധ്യത ഏറ്റെടുക്കുന്നത്. ഇതിനകം തന്നെ വിഴിഞ്ഞത്ത് ട്രയൽ റണ്ണിൻ്റെ ഭാഗമായി കപ്പലുകൾ വന്നപ്പോൾ GST ഇനത്തിൽ മാത്രം 182 കോടി രൂപയാണ് കേന്ദ്ര ഖജനാവിലേക്ക് എത്തിക്കഴിഞ്ഞത്. ഭാവിയിൽ പ്രതിവർഷം 6,000 കോടി രൂപയോളം കേന്ദ്രത്തിന് ഈ തുറമുഖം വഴി വരുമാനം ലഭിക്കും. എന്നിട്ട് നൽകുന്ന തുച്ഛമായ വിഹിതം പോലും വായ്പയായി മാറ്റി കേരളത്തെ കണക്കടിയിലാക്കുവാൻ ശ്രമിക്കുന്നത് ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ്. തൂത്തുക്കുടിക്ക് നൽകുന്ന നീതി വിഴിഞ്ഞത്തിനനുസരിക്കുന്നത് എന്തിനാണ്? വിഴിഞ്ഞം പദ്ധതിയുടെ യഥാർത്ഥ ശില്പികൾ ഇവിടുത്തെ ജനങ്ങളും നിശ്ചയദാർഢ്യമുള്ള ഗവൺമെൻറ്റുമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ ഒരു സന്തോഷകരമായ കാര്യമുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇവിടെ കെട്ടിപ്പടുക്കുന്നതോടൊപ്പം തന്നെ പ്രദേശവാസികൾക്കായി മത്സ്യബന്ധനത്തിന് ഏറ്റവും ആധുനികവൽക്കരിച്ച സൗകര്യങ്ങളോട് കൂടിയ ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ നിർമ്മിച്ച് നൽകണമെന്ന വാഗ്ദാനവും നടപ്പിലാക്കുകയാണ്. സർക്കാർ അതിൻ്റെ ഭാഗമായി നവീകരിച്ച ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ ഡിസൈൻ പ്രദേശവാസികളുടെ കൂടി അഭിപ്രായം അനുസരിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. പുതിയ ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിൻ്റെ ഭാഗമായി നിലവിലുള്ള പുലിമുട്ട് നീട്ടാൻ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് പുലിമുട്ട് നീട്ടുന്ന പ്രവൃത്തി നിർവഹിക്കുന്നത്. ഇതിനായി 125 കോടി രൂപ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് സംസ്ഥാന ഗവൺമെൻറ് കൈമാറിയിട്ടുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, എൻ്റെ കടമയിലെത്തി കടക്കുകയാണ്. ഈ മഹാസമ്മേളനത്തിന് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഈ പ്രവൃത്തികൾക്കാകെ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ശ്രീ VN വാസവനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ബഹുമാനമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വാട്ടർവേസ് വകുപ്പ് മന്ത്രി ശ്രീ സർബാനന്ദ സോനോവാൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
ബഹുമാനപ്പെട്ട സ്ഥലം MLA ശ്രീ വിൻസെൻ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മേയർ VV രാജേഷ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചടങ്ങ്, ഔപചാരിക ചടങ്ങ് അവിടെ നടക്കുകയാണ്. തൊഴിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് അവിടെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് മുഖ്യമന്ത്രി അടക്കമുള്ള വിശിഷ്ട വ്യക്തികളെല്ലാം തന്നെ ആ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. ഒപ്പം കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ കൂടി ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.